ചേർന്നവരുണ്ടല്ലോ, എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇന്നിവിടെ വെച്ച് നടക്കുന്ന വിവാഹ നിശ്ചയത്തിൽ എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന്റെ കരം കൂടെയിരിക്കണമേ. ഒരു കുറവ് വരാതെ എല്ലാം ഭംഗിയായി അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിക്കുന്ന ഇവിടെ ഉണ്ട്. അതെ, താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാകട്ടെ. പ്രവൃത്തികളാൽ അവന് ഉത്തരമരുളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളണമേ. നമുക്ക് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്യാം, നന്ദി പറയാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതും സർവശക്തനായ നമ്മുടെ കർത്താവാണ്. അവിടുന്ന് സ്നേഹപിതാവാണ്, നമുക്ക് ഏറ്റവും ഉത്തമ യജമാനനാണ്. ദൈവത്താൽ ഒരുക്കപ്പെടുന്നത് എത്ര നല്ലതാണ്. ദൈവം അനുഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് ആരോഗ്യത്തോടും സൗഖ്യത്തോടും ഉണർന്നെഴുന്നേൽക്കാൻ കൃപ തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. ചില നാളുകൾക്ക് മുൻപേ ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രിയ മകൻ, അങ്ങേക്ക് പ്രിയനായ പ്രിയ പിതൽ അജോയുടെ വിവാഹ നിശ്ചയം ഇന്ന് പകൽ നടക്കുകയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നു നന്നല്ല, ഞാൻ അവന് തക്കതായൊരു തുണയെ കൊടുക്കുമെന്ന് വിളിച്ച് ദൈവം എനിക്ക് അവനെ പ്രിയ മകനെ അവന് കൊടുക്കും. നല്ല അനുഗ്രഹങ്ങളെല്ലാം കൊടുത്തു. നല്ല വിദ്യാഭ്യാസം നൽകി, ജോലി നൽകി, നല്ലൊരു കുടുംബം നൽകി, നല്ലൊരു ക്രിസ്തീയ ജീവിതം ഇതുവരെ കൂടെ ചെയ്യുന്ന ദൈവസ്ഥാനം മകനോട് കൂടെ ഉണ്ടായിരിക്കണം. അതുപോലെ വെല്ലുവിളി, അതുപോലെ സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, അതേ കർത്താവെ, അവരെല്ലാവരെയും വല്യമ്മച്ചിമാര്, സഹോദരിമാര്, സഹോദരന്മാര്, കസിൻസ് പറയും പലവരെയും ഞങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കായും പുറപ്പെടാനായി
കടന്നു വന്നിട്ടുള്ള കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കും കടന്നു വന്ന ഏവർക്കും കർത്താവായി നമ്മൾ ഈ വിവാഹ നിശ്ചയ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദയവായി ഈ ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. പുറത്തു നിൽക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നല്ല ഗാനങ്ങൾ ആലപിപ്പാൻ, ആത്മീയ ഗീതങ്ങൾ പാടി ദൈവത്തെ സ്തുതിപ്പാൻ സർവശക്തനായ ദൈവം അവിടുന്ന് വളരെ അനുഗ്രഹീതമായ ആത്മീയ ഗാനം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം നമ്മോട് ചെയ്ത കാരുണ്യം നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം അവിടുന്ന് സഹായിക്കട്ടെ. അക്കരങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇത്ര കൂട്ടാളി സഭ ചേർന്ന് പാടുക. ഇത്ര നല്ലിടയൻ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവ് കൂട്ടാളി. പാട്ടുപാടും എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം. എല്ലാ കരങ്ങളും ഉയർത്തി അല്പനിമിഷങ്ങൾ ദൈവത്തിന് മഹത്വം കരയറ്റുകയാട്ടെ. അവന്റെ സാന്നിധ്യത്തിന്റെ മറവിലാണ് നാം ഇന്നായിരിക്കുന്നത്. അവന്റെ സാന്നിധ്യത്തിലാണ് നാം ആയിരിക്കുന്നത്. നാമത്തിൽ തന്നെയും നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഇരിക്കാം. പറഞ്ഞ് എനിക്ക് പോണം, നിങ്ങൾ ഇനി എന്നെ പിടിച്ചു നിർത്തരുതെന്ന് പറഞ്ഞ് അവർ ഇനിയും യോഗങ്ങൾ ക്രമീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഭയിലെ കുഞ്ഞിൻ്റെ എൻഗേജ്മെന്റ് ആണ്, എനിക്ക് 1-ാം തീയതി തന്നെ നാട്ടിലെത്തണം. ഈ നടുക്ക് നിൽക്കുന്നതാണ് ഗ്രേസ്. രണ്ടുപേരും ഒരേ അനിയത്തി ചേട്ടത്തി ഒരേ കളർ ഇട്ടേക്കുന്നതുകൊണ്ട് മാറിപ്പോകരുത്. ഈ നടുക്ക് ഐജോ ജേക്കബ് അവരുടെ പേരൻസ് ആണ് നിൽക്കുന്ന മാതാപിതാക്കൾ, സഹോദരൻ, സഹോദരി. ഇവിടെ പിതാവ്, മാതാവ്. ഇന്ന് ഈ വേദിയിൽ വിവാഹ നിശ്ചയം ഇവിടെ നടക്കുന്നതിൽ സഭയായിട്ടും ആ കുടുംബത്തോട് ചേർന്നു നാം എല്ലാവരും ഞങ്ങളുടെ ആഭിമുഖ്യത്തിൽ പുതിയ തെരു മാഗ്നറ്റ് ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിവാഹം നടത്തുവാൻ വേണ്ടി
വില്ലേജിൽ മേച്ചിറ വടക്കതിൽ വീട്ടിൽ ജോൺസൺ ഡിയുടെയും സിന്ധു ജോൺസന്റെയും മകൾ IPC എബനേസർ വില്ലേജിൽ താജ് ഹൗസിൽ ജോൺ തോമസിൻ്റെയും ഐറിൻ ജോണിൻ്റെയും മകൻ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭാംഗമായ ഐജോ ജേക്കബും തമ്മിലുള്ള വിശുദ്ധ വിവാഹം 2025 പുതിയ തെരുവിൽ വെച്ച് വിവാഹം നടത്തി വരൻ്റെ വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തുവാൻ ഇന്നേ ദിവസം വേണ്ടപ്പെട്ടവർ കൂടി ആലോചിച്ച് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രാർത്ഥിക്കാൻ പോകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണക്കാം, കണ്ണുകളടയ്ക്കാം. എന്മേലും ആ കൃപാസനത്തിലേക്ക് വരികയാണ്. മാതാപിതാക്കളെ അനുഗ്രഹിച്ച ദൈവം, തലമുറകളെ കൊടുത്ത ദൈവം, അവർക്ക് ഒരു പുതിയ കുടുംബം കൂടെ ഭൂമിയിൽ സ്ഥാപിതമാകേണ്ടതിന് പ്രിയ പൈതലിന്റെ വിവാഹം നിശ്ചയം സഭാവുകൾ വെച്ച് വിവാഹ രേഖ കൈമാറാൻ പോവുകയാണ്. അവരാതാണ്ട് ഇവിടെ വന്ന് തയ്യാറായി രേഖ കൈമാറി ഒന്ന് ചുമ്പല കൊടുക്കാം. ഹലോ, ഒന്ന് കൈയടിച്ചാട്ട് എല്ലാവരും കൂടെ പ്രോത്സാഹനം. ഓക്കെ, ഇരുന്നാട്ടെ. നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോട് നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും എന്ന് യഹോവ അരുളി ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനമാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ വായിച്ച് കേട്ടത്. ഇത് വിവാഹമല്ല, വിവാഹത്തിന് മുമ്പ് വിവാഹ നിശ്ചയം നടത്തണം. അവർക്ക് 9-ാം തീയതി ഇവര് കണ്ണൂർ വെച്ച് യോജിപ്പിക്കപ്പെടുന്നത് പോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന കർത്താവിന് എതിരേൽപ്പ്. സന്തോഷത്തോടെ ഈ പാട്ടിന്റെ ചേർത്ത് പാടി മാതാപിതാക്കൾ, സഭാമക്കൾ, ശുശ്രൂഷകന്മാർ, സ്നേഹിതർ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് തുറന്ന സ്വർഗത്തിന്റെ ആശീർവാദത്തോടെ പരിശുദ്ധാത്മാവിന്റെ വിചാരണയിൽ
ഇന്ന് പകലാ ശുശ്രൂഷ സമങ്ങളും ചെയ്യുവാൻ അങ്ങയുടെ ഭൃത്യന്മാർക്ക് അഭിഷക്തന്മാർക്ക് ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. ഇരുമക്കളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനെ തുടർന്നും അവരെ അങ്ങ് കാത്തു സൂക്ഷിക്കുകയും അവർക്ക് നാഥനായ കൂടെ ഇരുന്ന് കൈപിടിച്ച് നടത്തുകയും ചെയ്യണമേ. എല്ലാറ്റിലും മുൻപേ ദൈവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട് ഒരപേറിയ പാറമേല് ദൈവത്തിന്റെ വിശുദ്ധ വചനങ്ങളിൽ മേൽ തന്നെ ഈ ലോകത്തിലെല്ലാം തകരുമ്പോൾ സുസ്ഥിരമായ ഒരടിത്തറ ക്രിസ്തു മാത്രമാണ്. ഒരു നിത്യമണവാളനായ ക്രിസ്തു ഞങ്ങൾക്കുണ്ട്. ഹല്ലേലൂയ. അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവസഭയിൽ ഇന്നും അനുഗ്രഹീത കുടുംബങ്ങൾ രൂപം കൊള്ളുന്നതിനായി സ്തോത്രം. പ്രിയമക്കളെ ഇരുവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. അവര് ദൈവത്തോട് തമ്മിൽ വിശ്വസ്തരായിരിക്കാൻ ദൈവം അവർക്ക് കൃപ നൽകണം. ഒരു മണവാളിനും മണവാട്ടിക്കും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും മക്കളെ ഞങ്ങൾ ഓർക്കുന്നു, സഹോദരിയെ ഓർക്കുന്നു, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ സഭ, ദൈവസഭ, കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാര് ഇതിന് അധ്യക്ഷം വഹിച്ചുകൊണ്ട് ശുശ്രൂഷകൾ നയിപ്പാൻ നിന്റെ ദാസന്മാരെ ഒരുക്കിയതിനായി സ്തോത്രം. ഉള്ള ദൈവസഭയെ ദൈവജനത്തിലും അനുഗ്രഹിക്കണമേ കർത്താവ്. അജോയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അജോയുടെ മാതാപിതാക്കൾക്കായി സ്തോത്രം, കുടുംബാംഗങ്ങൾക്കായി സ്തോത്രം. കണ്ണൂരിലുള്ള ദൈവസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ വന്നുള്ള കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കും. ഇന്നിവിടെ വന്ന് സംബന്ധിച്ച കർത്തൃദാസന്മാരെ
നടത്തുവാൻ ദൈവം സഹായിച്ചു. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങള് ക്രമീകരണങ്ങളെല്ലാം നിങ്ങളെയും പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തിരിച്ചു പോകുന്ന യാത്രയിൽ ദൈവത്തിൻ്റെ കരുണ അപേക്ഷിക്കുന്നു. ഈ യാത്രയിൽ ചെയ്യുമ്പോൾ ദൈവ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഇതുകൊണ്ടൊന്നും ആർക്കും കൂടെ കുഞ്ഞുങ്ങളുള്ളവരെയും ബലപ്പെടുത്തണമേ. വീണ്ടും ഞങ്ങൾ തമ്മിൽ കാണുവരെ കൃപയിൽ മറയ്ക്കണം. പ്രാർത്ഥനകൾ കേട്ടതിനെല്ലാം നന്ദി പറയുന്നു. സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ.